ക്ഷീരവാണി ക്ഷീര കർഷകർക്കായി റേഡിയോ മാറ്റുലി ഒരുക്കുന്ന പ്രത്യേക പരിപാടി ക്ഷീരവാണി. ക്ഷീരവാണിയിലേക്ക് പ്രിയ കർഷക ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ക്ഷീരവാണിയിലൂടെ പരിചയപ്പെടുത്തുന്നത് മീനങ്ങാടി പാലക്കമൂല സ്വദേശിയായ വിൽസൺ എന്ന ക്ഷീര കർഷകനെയാണ്. നിലവിൽ 20 പശുക്കളടങ്ങുന്ന ഒരു മികച്ച ഡയറി ഫാം അദ്ദേഹം നടത്തിവരുന്നു. നീണ്ട 13 വർഷത്തെ അനുഭവ സമ്പത്ത് തന്നെയാണ് ഫാമിലെ ഓരോ പശുവിന്റെയും കൃത്യമായ പരിചരണത്തിന് അദ്ദേഹത്തെ സഹായിക്കുന്നതും. തീറ്റ ക്രമീകരണത്തിലും രോഗപ്രതിരോധത്തിലും ശുചിത്വ പരിപാലനത്തിലും പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ശ്രദ്ധയാണ് ഈ ഫാമിന്റെയും വിജയരഹസ്യം. പാലക്കമൂല സ്വദേശി വിൽസൺ എന്ന കർഷകന്റെ അനുഭവങ്ങളിലേക്ക്. എൻ്റെ പേര് വിൽസൺ. മീനങ്ങാടി പാലക്കമൂലയാണ് എൻ്റെ വീട്. ഞാൻ 13 വർഷമായിട്ട് പശു മേഖലയിൽ പശു വളർത്തലുമായിട്ട് പോവാണ്. എനിക്ക് 20 പശുക്കളുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ സ്വന്തമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഒരു പണിക്കാരെ വെച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത്. ഫാമായിട്ട് മാറ്റിയിട്ട് എത്ര വർഷമായി? ഫാമായിട്ട് 2012 ഫാമായിട്ട് തീർച്ചയായും. അതിനു മുമ്പ് 5 പശുക്കൾ 6 പശുക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് അല്ലേ? വീട്ടിൽ നേരത്തെ പശുക്കൾ ഉണ്ടായിരുന്നോ? ഫുൾ ടൈം 4 പശുവിൽ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. 4 പശുക്കൾ നേരത്തെ മുതലേ 4 പശുക്കൾ ഉണ്ടായിരുന്നു. നേരത്തെ അച്ഛൻ്റെ കാലത്തൊക്കെ 2 പശുക്കളും മൂരികളും ഒക്കെ ഉണ്ടായിരുന്നു. 2 ഏറ് മൂരികൾ. ഇപ്പോൾ ആ മേഖലയൊക്കെ വിട്ട് പശുക്കൾ തന്നെയായി. അപ്പോൾ ചെറുപ്പം മുതലേ എങ്ങനെ പശു പരിപാലനം നടത്താം എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഫാമിലേക്ക് വന്നത്? എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ അപ്പച്ചൻ മുതൽ ഈ പശു മേഖലയിലുണ്ട്. ഒരു ഫാമായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്? നമുക്ക് ഒരു ഫാമായിട്ട് തുടങ്ങണമെങ്കിൽ ഫസ്റ്റിൽ ഫാമിനെ പറ്റിയിട്ട് നമുക്ക് പശുക്കളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. പശുക്കളുടെ അസുഖങ്ങളെ പറ്റിയിട്ട് അറിയണം. പിന്നെ അതിന്റെ പരിപാലിക്കുന്ന രീതികളെ പറ്റിയിട്ട് അറിയണം. ചേട്ടൻ ഈ സംഗതികളൊക്കെ അറിഞ്ഞ് ഫാം തുടങ്ങി? ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്കിത് പരാജയമായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. എനിക്കിപ്പോൾ പശുക്കൾക്ക് വരുന്ന അസുഖങ്ങളെ പറ്റിയിട്ട് എനിക്ക് ധാരണയുണ്ട്. പശുവിന് കൊടുക്കേണ്ട കാര്യം മെഡിസിനെ പറ്റിയിട്ട് എനിക്ക് ധാരണയുണ്ട്. പശുക്കളെ കണ്ടാൽ പശുവിന് ഉണ്ടാവുന്ന അസുഖങ്ങളെ പറ്റിയിട്ട് എനിക്ക് ധാരണയുണ്ട്. ഇത് സഹായത്തിനൊക്കെ ആരാളുള്ളത്? തൊഴിലാളികളുണ്ട്. ഒരു ഫാമിലിയുണ്ട്. നേപ്പാളി ഫാമിലി. അവർ 4 വർഷമായിട്ട് കൂടെ. അവര് പണികളൊക്കെ കൃത്യമായി അവർ പണികളായിട്ട് കൃത്യമായിട്ട് അവർ ചെയ്തോളും. നമ്മളത് മേൽനോട്ടം നടത്തിയാൽ മാത്രം മതി. ഏതൊക്കെ ഇനത്തിൽപ്പെട്ട പശുക്കളാ ചേട്ടന്റെ ഫാമിലുള്ള? എൻ്റെ ഇതിൽ 2 ഇനം പശുക്കളാണുള്ളത്. ജേഴ്സി, HF. അത് എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അത് കണ്ടാൽ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. HF പശുക്കളുടെ ശരീരപ്രകൃതിയും ജേഴ്സി പശുക്കളുടെ ശരീരപ്രകൃതിയും പെട്ടെന്ന് കണ്ടെത്തി. പാല് ഏതിനാ കൂടുതൽ കിട്ടുക? പാല് HF-നായിരിക്കും കൂടുതൽ. ക്വാളിറ്റി കൂടുതൽ ജേഴ്സിക്കായിരിക്കും. എവിടുന്നാ പശുവിനെ വാങ്ങിച്ചതൊക്കെ? ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് കുറച്ച് പശുക്കളെ വാങ്ങിയത്. പിന്നെ ഇവിടെ ലോക്കലിൽ നോക്കി സെലക്ട് ചെയ്ത് പശുക്കളെ എടുക്കും. പിന്നെ കുറച്ച് പശുക്കളെ ഞാൻ കിടാക്കളെ നല്ല ഇനം കിടാക്കളെ നോക്കി ഇവിടെ നിർത്തി പശുക്കളാക്കി എടുക്കും. ഈ പശുക്കൾക്ക് അസുഖം വരാതിരിക്കാനും അതിനെ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് ചേട്ടൻ എടുക്കാറുള്ളത്? മുൻകരുതലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ശരീരപുഷ്ടി. പശു ക്ഷീണിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ 20 പശുക്കളാണ് നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ പാല് കിട്ടും? ഇപ്പോൾ 20 പശുക്കളെയും ഫുൾ ടൈം കറക്കുന്ന ടൈപ്പ് ഇതല്ല. ഇപ്പോൾ 20 പശു ഉണ്ടെങ്കിൽ തന്നെയും 15 പശുക്കളെ കറക്കുന്നുണ്ട്. അതിൽ തന്നെ വറ്റിയറുവായ പശുക്കളുണ്ട്. 5 മാസം ചനയായതുണ്ട്, 6 മാസം ജനിയായതുണ്ട്, 4 മാസം ജനിയായതുണ്ട്. അതിനൊക്കെ പാല് കുറവായിരിക്കും. ഇളം കറവായിട്ടുള്ള പശുക്കൾക്കാണ് ശരാശരി ഒരു 30 ലിറ്റർ പാല് വരെ കിട്ടും. മൊത്തത്തിൽ 250 ലിറ്റർ പാല് അങ്ങനെ തന്നെ സൊസൈറ്റിയിൽ കൊടുക്കുകയാണോ ചെയ്യുന്നത്? എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. സൊസൈറ്റിയിൽ കൊടുക്കുകയാണ്. വീടുകളിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല, വീടുകളിൽ കൊടുക്കുന്നു. നേരിട്ട് സൊസൈറ്റിയിൽ തന്നെ 2 നേരവും കൊടുക്കുന്നുണ്ടോ? 2 നേരം കൊടുക്കും. 2 നേരം കൂടിയാണോ പറഞ്ഞിരുന്നത്? 2 നേരം കൂടിയാണ് 250 ലിറ്റർ പാല് അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നോക്കാനുള്ള ഒരു ശ്രമമോ ഇനി ഭാവിയിൽ അങ്ങനെ ചിന്തിക്കുന്നോ മറ്റോ ഉണ്ടോ? അത് നമ്മുടെ സൊസൈറ്റിക്ക് ആയിട്ട് അങ്ങനെ താല്പര്യമുള്ള ഗസ്റ്റല്ല. സൊസൈറ്റി നമ്മളൊരു സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന സമയത്ത് ഒരു അഗ്രിമെന്റ് ഉണ്ട്. നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ടുള്ള മുഴുവൻ പാലും സൊസൈറ്റിക്ക് നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോകുന്നു അല്ലേ? പിന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പുറകെ നമ്മൾ മെനക്കെടാനുള്ള നേരം വേണം. എന്തൊക്കെ
യന്ത്രങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഇവിടെ സ്റ്റാഫ് കട്ടർ ഉണ്ട്, പുല്ല് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട്, പിന്നെ കറവ് മെഷീൻ ഉണ്ട്, പ്രഷർ വാഷർ ഉണ്ട്, പശുവിനെ കുളിപ്പിക്കാനുള്ള പ്രഷർ വാഷർ ഉണ്ട്, ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം ഉണ്ട്. ഇത്ര സാധനങ്ങളാണ്. ഇതൊക്കെ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണോ അതോ ഈ അടുത്താണോ ഉപയോഗിക്കാൻ തുടങ്ങിയത്? അത് ഞാൻ 5 വർഷമായിട്ട് അല്ല, ഒരു 8 വർഷമായിട്ട് കറവ് മെഷീൻ ഉണ്ട്. 5 വർഷമായിട്ട് ആണ് സ്റ്റാഫ് കട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതെ അല്ലേ. ജോലികൾ കുറച്ചുകൂടെ എളുപ്പമാവുന്നുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ചേട്ടന്റെ ഒരു ദിവസത്തെ ഒരു ടൈം ടേബിൾ അത് എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്? ഇപ്പൊ രാവിലെ എത്ര മണിക്ക് എണീക്കും? എങ്ങനെയാണ് ഈ പശുവിന്റെ കാര്യങ്ങൾ നോക്കുന്നത്? രാവിലെ 4:30 ആകുമ്പോൾ എഴുന്നേക്കും. അന്നേരം ഞാൻ പണിക്കാരെ വിളിച്ചെണിപ്പിക്കും. ഫസ്റ്റിൽ തന്നെ തൊഴുത്തൊക്കെ വൃത്തിയാക്കും. അതിനുശേഷം അപ്പോഴത്തേക്കും ഒരാൾ പശുവിന് വേണ്ട തീറ്റ കൊടുക്കും. ഫീഡുകൾ ഇപ്പോൾ തൊഴുത്ത് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് ഫീഡ് കൊടുക്കും. അപ്പോൾ തന്നെ ഉടനെ തന്നെ കറവയും തുടങ്ങും. ഏകദേശം എത്ര മണിയോടെ രാവിലത്തെ ജോലികൾ പൂർത്തിയാവും? രാവിലത്തെ ജോലികൾ കറവ ഒരു 6-6:30 കറവ കഴിയും. 4:30 തുടങ്ങിയാൽ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുല്ലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ പണി കഴിയും. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ തൊഴുത്തൊന്ന് വൃത്തിയാക്കും. പിന്നെ അതിനുശേഷം 3 മണിയാകുമ്പോൾ ആണ് പിന്നെ അടുത്ത കറവേന്റെ ഇതും തൊഴുത്ത് ക്ലീൻ ആക്കലും ഒക്കെ ഉണ്ടാവുന്നു. ഏകദേശം എത്ര മണിയോടെ അന്നത്തെ ജോലികൾ കഴിയും? അന്ന് 3:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും തൊഴുത്തിലെ പണി കഴിയും. 3 മണിക്ക് തുടങ്ങിയാൽ പിന്നെ രാത്രി ഒരു 8 മണിക്ക് തൊഴുത്തൊന്ന് വൃത്തിയാക്കും. അതോടുകൂടി അന്നത്തെ പണി കഴിയും. പിന്നെ പിറ്റേന്ന് 4:30 പതിവ് പോലെ തന്നെ. ഈ പശുക്കളുടെ തീറ്റക്രമം കാര്യങ്ങളൊക്കെ എങ്ങനെയാ, എന്തൊക്കെയാ കൊടുക്കുന്നത്? ഗോതമ്പ് തവിട്, പിണ്ണാക്ക്, ഫീഡ് ഇതെല്ലാമാണ് കൊടുക്കുന്നത്. ചോളത്തണ്ട് ഇപ്പോൾ എനിക്ക് സുലഭമായിട്ട് പുല്ലുണ്ട്. എനിക്ക് 2.5 ഏക്കർ പുൽകൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചോളത്തണ്ട് ഇപ്പം ഇറക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ മാസം വരെ ചോളത്തണ്ട് ഇറക്കിക്കൊണ്ടിരുന്നു. എവിടുന്ന ചോളത്തണ്ട് മിൽമ വഴി ഇറക്കുന്ന ചോളത്തണ്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ തികയാണ്ട് വരുമ്പോൾ പ്രൈവറ്റ് ചോളം. ഏതൊക്കെ ഇനത്തിൽപ്പെട്ട പുല്ലാ ചേട്ടാ കൃഷി ചെയ്യുന്നത്? സൂപ്പർ നേപ്പിയർ CO3 ആണ്. സൂപ്പർ നേപ്പിയർ ആണ് കൂടുതലായിട്ടുള്ളത്. സ്വന്തമായിട്ട് വയലുണ്ട്? വയലിൽ 2 ഏക്കർ പുൽകൃഷി തന്നെയുണ്ട്. ഇവിടെ പുല്ല് ഇങ്ങോട്ട് കയറ്റാനുള്ള സജ്ജീകരണങ്ങളൊക്കെ കണ്ടു. ഇത് എങ്ങനെയാ ക്രമീകരിച്ചതും അതിനെ കുറിച്ചൊന്ന് പറയോ? റോപ്പ് എനിക്ക് എൻ്റെ വീടിൻ്റെ താഴെയായിട്ട് കുറച്ച് ഇറക്കത്തിലാണ് വയലുള്ളത്. അപ്പോൾ അവിടുന്ന് പുല്ല് കയറ്റാനായിട്ട് റോപ്പ് മുഖാന്തരമാണ് പുല്ല് മേളിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. റോപ്പ് വേ അതിലാണ് പുല്ല് കൊണ്ടുവരുന്നത്. ഒരു 4 കിൻഡൽ പുല്ല് വരെ ഒരു ട്രിപ്പിന് കൊണ്ട് കയറി പോരും. അപ്പോൾ ചേട്ടൻ തന്നെയാണോ അതൊക്കെ ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ്. പശുക്കളിൽ പൊതുവെ കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാ? പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ നേരിടാറുണ്ടോ? അതെ, ഉണ്ട്. പശുക്കൾക്ക് തൈലേറിയ, അനാപ്ലാസ, പിന്നെ കാൽസ്യക്കുറവ്, പിന്നെ അകിട് വീക്കം, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വരുന്ന അസുഖങ്ങൾ. പെട്ടെന്ന് ഇപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചികിത്സകളോ കാര്യങ്ങളോ ഉണ്ടോ? അതോ നേരെ ഡോക്ടറെ കാണുകയാണോ ചെയ്യുക? പരമാവധി ചികിത്സകളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യും. എങ്ങനെയാ ചെയ്യാറുള്ളത്? മറ്റേ ഡോക്ടറായിട്ട് സംസാരിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്ന രീതിയിൽ ചെയ്യും. അത് കഴിഞ്ഞ് പറ്റില്ലെന്നുണ്ടെങ്കിലാണ് ഡോക്ടറെ വിളിക്കും. ഈ പശുപരിപാലനമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ നടക്കാറുണ്ടല്ലോ. അങ്ങനത്തെ ഇപ്പൊ നിങ്ങളുടെ സൊസൈറ്റിയിലും നടത്താറുണ്ടാവുമല്ലോ, പങ്കെടുക്കാറുണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ പിന്നീടുള്ള കൃഷിയിൽ പ്രായോഗികമാക്കാറുണ്ടോ? അതിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെയാണ് എൻ്റെ ഫാമിലെ വിജയത്തിന് എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അസുഖങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ നല്ല ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളും പ്രകാരമൊക്കെയാണ് എനിക്ക് ഫാം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്. നിങ്ങളുടെ സൊസൈറ്റി എവിടെയാ വരുന്നത്? മിനങ്ങാടി. അവിടെ എത്ര ക്ഷീരകർഷകരുണ്ടാകും ഏകദേശം? അവിടെ ഇപ്പൊ എത്ര ഉണ്ടെന്ന് എനിക്ക് എത്ര കൃത്യമായിട്ട് അറിയില്ല. 3500-3600 മെമ്പർമാരുണ്ട്. അപ്പൊ അതിലെല്ലാവരും പാൽ അളക്കുന്നില്ല. കുറെ പേര് ഫീൽഡ് വിട്ടു പോയി. ചെറിയ ഇതിപ്പോ ഈ മേഖല അത്ര ലാഭത്തിലൊന്നും അല്ല പോകുന്നത്. ഇപ്പൊ 4 രൂപ വില കൂട്ടിയെങ്കിൽ തന്നെയും വലിയ ലാഭത്തിലൊന്നും അല്ല പോകുന്നത്. ഇപ്പൊ പാലിന് വില കൂട്ടിയെങ്കിലും കർഷകർ പറയുന്ന കാലിത്തീറ്റയ്ക്ക് വില കൂടുന്നു, തൊഴിലാളികളെ കിട്ടാത്ത പ്രശ്നം, എന്തൊക്കെയാണ് അങ്ങനെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ? എന്തൊക്കെയാണ്? ഞാനിപ്പോ 4 വർഷം മുമ്പ് 20,000 രൂപയ്ക്കായിരുന്നു ഈ പണിക്കാരെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് 32,000. ഒരു ഫാമിലിക്കാണോ പറയുന്നത്? ഒരു ഫാമിലി. മറ്റെന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം? അവർക്ക് നമ്മൾ LPG ഗ്യാസ് കൊടുക്കണം, പിന്നെ താമസിക്കാൻ സൗകര്യം കൊടുക്കണം, വെള്ളം, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നമ്മുടെ മേൽനോട്ടത്തിൽ അവർ ചെയ്തോളൂ. ഇപ്പൊ ഏത് നാട്ടുകാരാ ചേട്ടന് തൊഴിലാളികളായിട്ട്? നേപ്പാളിൽ നിന്ന് വന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് പത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഇവരെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് ധൈര്യത്തിൽ പോകാൻ പറ്റും? ധൈര്യസമേതം പോവാം. എൻ്റെ അടുത്ത് 4 വർഷമായിട്ട് നിൽക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും അറിയാം. ഓക്കെ. ഇപ്പോ പശു ഉള്ളവർ പൊതുവെ പറയുന്നത്, ഇപ്പൊ വീട്ടില് 1-2 പശു ഉള്ളവരാണെങ്കിലും പറയുന്ന ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് അങ്ങനെ ഇടിപിടിന്ന് ചാടി പോലും നടക്കില്ല. അതേപോലെ എന്തെങ്കിലും കാര്യത്തിൽ പോയാൽ നമുക്ക് അധികം സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ പണിക്കാരുള്ളത് കൊണ്ട്
അതുകൊണ്ട് എനിക്ക് പണികളിൽ മാത്രം, മറ്റുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ വല്ല അസുഖങ്ങളോ കാലിത്തീറ്റ എത്തിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളിലോ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഒരു ദിവസമൊക്കെ മാറി നിൽക്കുന്നതിനോട് കുഴപ്പമില്ല എനിക്ക്. ഇല്ല, പണിക്കാരുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കഴിയില്ല. ഇപ്പൊ ഈ ഫാം തുടങ്ങി ഇത്ര നാളായി, കൃഷിയുണ്ട്, വെള്ളത്തിനുള്ള സൗകര്യമൊക്കെ എങ്ങനെയാണ്? വെള്ളത്തിനൊക്കെ സ്വന്തമായിട്ട് കിണറുണ്ട്, 2 ഉണ്ട്. ഫാമിലേക്ക് വെള്ളം അടിക്കാനുള്ള ഒരു കിണറുണ്ട്, വീട്ടാവശ്യത്തിന് വേറെ ഉണ്ട്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ പാൽവില കൂട്ടുകയല്ലാതെ മറ്റെന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാലാണ് ഇത് എന്താ പറയാ ലാഭത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുക കർഷകർക്ക്? ഇത് പിന്നെ പാൽവില കൂട്ടാൻ പറയാൻ അങ്ങനെ പറ്റില്ല. കാരണം നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റുകളിൽ ഇവിടത്തെക്കാളും ഇപ്പോഴുള്ള നിലവിലുള്ള കാലിനേക്കാളും വില കുറവാണ്. അപ്പം അതുകൊണ്ട് പാൽവില എങ്ങനെ കൂട്ടുന്നതിലാണ് ഞാൻ പറയുന്നില്ല. പാൽവില കൂട്ടാണ്ട് കൃഷിക്കാരെ നിലനിർത്താൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ നേരത്തെ കുറേ കാലം മുമ്പേ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ നിലനിർത്തിയാൽ കർഷകർ കുറച്ചു കാലം കൂടെ ഇതിനകത്ത് പിടിച്ചു നിൽക്കും. ഇപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഈ ചെറുകിട കർഷകർ കുറഞ്ഞു വരികയാണോ, അതോ ഫാമുകളുടെ പൊതുവെ പറയുന്നതാണ് വീടുകളിലെ പശുക്കളില്ല പക്ഷെ ഫാമുകളായിട്ട് ഫാമുകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഈ ചെറുകിടക്കാരൊക്കെ പെട്ടെന്ന് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിർത്തിപ്പോകും, അവർക്ക് മുതലാവുകയില്ല. ഫാമുകളിലേക്ക് ഫാമാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഫാമാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചെറുകിടക്കാർ 2 പശുവിനെ വളർത്തുന്ന ആൾ ഒരു പശുവിന് കറവ കഴിഞ്ഞ് അതിൻ്റെ വറ്റാറോ സമയത്തേക്ക് പിന്നെ അതിന് കാലിത്തീറ്റ കൊടുക്കാനും മറ്റേ തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇറക്കി കൊടുക്കേണ്ടി വരും. അന്നേരം നമുക്കൊന്നും ഇതിലൊന്നും കിട്ടില്ല. ഫാമായിട്ട് നടത്തിയാലാണ് ഒരു പശു ചൊനയായി കറവ വറ്റി നിൽക്കുന്ന സമയത്ത് അടുത്ത പശുക്കൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇതിപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം എങ്ങനെയാണെങ്കിലും കണക്കാണല്ലേ? ഫാമിലാണെങ്കിലും 1-2 പശുവിനെ വീട്ടിൽ വളർത്തുകയാണെങ്കിലും ഒക്കെ നമുക്ക് ചെലവാകുന്ന സമയം ഏകദേശം ഒരുപോലെ. അതെ, ഒരു പശു ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഫ്രീഡം ഇല്ല. ഇപ്പോൾ ഒരു പശു ഉണ്ടെങ്കിലും ഒരു സ്ഥലത്ത് പോകാൻ കഴിയില്ല. ഇപ്പോൾ 10-20 പശു ഉണ്ടെങ്കിലും നമുക്ക് പണിക്കാർ വെച്ചെങ്കിൽ കുറച്ചുകൂടെ പോവാം. ഒരു പശു ഉണ്ടെങ്കിൽ അങ്ങനെ ആദ്യം വിട്ട് നിൽക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ വീട്ട് മനസ്സിലാക്കാം. ഈ വളവും കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നത്? പുറത്ത് കൊടുക്കുന്നുണ്ടോ? വളം ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ ഫാമുകൾ കുറേ ഉണ്ട്. അതാണ് ഈ ഏരിയയിൽ വളത്തിന് ആവശ്യക്കാർ കുറവാണ്. പിന്നെ ഞാൻ എൻ്റെ ഇവിടെ ഉണ്ടാകുന്ന വളങ്ങൾ മുഴുവൻ പുല്ലിലേക്ക് കൊണ്ടുവരും. അല്ലാതെ ചേട്ടന് മറ്റെന്തെങ്കിലും കൃഷിയുണ്ടോ? എനിക്ക് അല്ലാണ്ട് കാപ്പിയുണ്ട്, റബ്ബറുണ്ട്, പിന്നെ വാഴക്കൃഷിയുണ്ട്, ഇഞ്ചി കൃഷിയുണ്ട്, ചേന കൃഷിയുണ്ട്. അങ്ങനെ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഈ തോട്ടത്തിലേക്ക് തന്നെ ഉപയോഗപ്പെടുത്തും. ബയോഗ്യാസ് ഉണ്ടോ? ബയോഗ്യാസ് ഉണ്ട്. എത്ര വർഷം ബയോഗ്യാസ്? നേരത്തെ തന്നെ ഉള്ളതാണ്? നേരത്തെ തന്നെയുണ്ട്. അത് ഫാം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ബയോഗ്യാസ് ഉണ്ട്. ഓക്കെ. ഇനി ഈ ഫാം അല്ലെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും പശു വളർത്തലിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നുണ്ടല്ലോ, യുവാക്കളടക്കം. അങ്ങനെയുള്ളവരോട് ചേട്ടൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്നും അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? എനിക്ക് പറയാനുള്ളത്, ആ ഒറ്റയടിക്ക് ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ പരാജയപ്പെട്ടുള്ളൂ. 1-2 ചുരുങ്ങിയ ചെറുതായ വലിയ ഫാമായിട്ട് തുടങ്ങിയവരൊക്കെ ഒന്നും അറിയാണ്ട് വന്നവരൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യം പശുവിനെ അറിയണം, പിന്നെ പശുവിൻ്റെ അസുഖങ്ങളെ പറ്റി അറിയണം. അങ്ങനെ ഘട്ടമായിട്ട് ഈ ഫീൽഡിൽ പഠിച്ചതിന് ശേഷം ഈ ഫീൽഡിലേക്ക് പുതുതായിട്ട് ആൾക്കാർ വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫീൽഡിലേക്ക് വിപുലീകരിച്ച് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഈ പശുക്കളുടെ അസുഖങ്ങളെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. കുറേ പശുക്കൾ എനിക്ക് ഡാമേജായി, നഷ്ടപ്പെട്ടു പോയി, ചത്തുപോകും, മറ്റേ വീണ് പോവുകയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഫീൽഡ് വിട്ടു പോകണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ പിന്നീട് ഞാൻ ഇതിനെ പറ്റിയിട്ട് പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്ത് ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് കൂടുതൽ ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഈ ഫാം ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചേട്ടന് കിട്ടിയിട്ടുണ്ടോ? ക്ഷീരോത്സവനൊപ്പിൽ നിന്നൊക്കെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തൊഴുത്തുണ്ടാക്കാനുള്ള സബ്സിഡി ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കറവ മെഷീൻ വാങ്ങാനുള്ള അങ്ങനെയൊക്കെ കുറേ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപേക്ഷിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്, അപേക്ഷിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് പറയും, ഇന്ന സ്കീമുകളൊക്കെ ഉണ്ട്, അപ്ലൈ ചെയ്യാൻ പറയും, അങ്ങനെ അപ്ലൈ ചെയ്യും. ഇനി ഭാവിയിൽ പശുക്കളുടെ എണ്ണം കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നോക്കണം. ഇപ്പം ഈ നിലയിൽ ഇപ്പോൾ കൊണ്ടുപോകാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വലിയ ലാഭകരമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, 4 വർഷം കൊണ്ട് പണിക്കാർക്കുള്ള ലേബർ ചാർജ് തന്നെ 12,000 രൂപ കൂടി, പിന്നെ കാലിത്തീറ്റൻ്റെ വില. അപ്പം അതുകൊണ്ട് ഇത് അത്രയ്ക്ക് ലാഭമല്ല. ഇപ്പം ഈ മേഖല കുറേ ആൾക്കാർ, ഇപ്പം നമ്മുടെ ഈ ഏരിയയിൽ തന്നെ 3 ഫാം പൂട്ടി. പിന്നെ ചെറുകിടക്കാർ ഒരു കുറേ പേര് ഈ മേഖല വിട്ടുപോയി. അത് കാരണം പറഞ്ഞാൽ ഇതിനും കൊണ്ട് വലിയ മെച്ചമില്ലാത്ത അവസ്ഥയിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ അവരൊക്കെ വിട്ടുപോകാൻ കാരണം. എല്ലാവരൊക്കെ നിലനിന്ന് പോയി. പക്ഷേ പാലിന് വില കൂട്ടുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേറ്റുകളിലൊക്കെ ഇതുള്ളതുകൊണ്ട് വില കൂട്ടുന്നതിൽ അർത്ഥമില്ല. വില അല്ലാണ്ട് തന്നെ കൃഷിക്കാർ നിലനിർത്തുന്നതിന് വേണ്ടി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സർക്കാർ ചെയ്യണം.
ചേട്ടന്റെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഇപ്പോൾ 4 വർഷമായുള്ളൂ ഈ ഫാമിൽ പണിക്കാരെ വെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പൊക്കെ ഞാനും എൻ്റെ കുടുംബത്തും ഭാര്യയും കുട്ടികളും എല്ലാവരും കൂട്ടിയായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടിലായിരിക്കില്ല, അവരെ ഒന്ന് പരിചയപ്പെടുത്തും. ഭാര്യ ഷൈനി, കുട്ടികൾ 2 പെൺകുട്ടികളുള്ളത്. മൂത്തയാൾ ആൽഫി, ചെറിയ ആൾ ജോഫി. പിന്നെ അവർ ഒരാൾ സൈക്കോളജി കഴിഞ്ഞ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരാൾ ഡിഫാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ചേട്ടൻ ഈ കൃഷിയും പശുപരിപാലനം അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്ക് വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തോട്ടത്തിൽ കുറച്ച് കൃഷിയുണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, തെങ്ങുണ്ട്, റബ്ബറുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ ഫാമും കൃഷിയും ഒക്കെ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ. ക്ഷീരമേഖലയിലെ പ്രതിസന്ധികളെയും വിലക്കയറ്റത്തെയും അതിജീവിച്ച് മുന്നേറുന്ന ഒരു ക്ഷീരകർഷകനാണ് പാലക്കമൂല സ്വദേശി വിൽസൺ. ഈ രംഗത്തേക്ക് കടന്നുവരുന്ന പുത്തൻ തലമുറയ്ക്കും വലിയൊരു പ്രചോദനമാണ് അദ്ദേഹം. നാടിന്റെ ക്ഷീരസമ്പത്തിന് വലിയ സംഭാവന നൽകുന്ന വിൽസൺ ചേട്ടന് ഇനിയും ഈ മേഖലയിൽ കൂടുതൽ മികവുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ഷീരവാണി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നിർവഹണം ഭാഗ്യലക്ഷ്മി. നിർവഹണ സഹായം റെനി ഷാരിപ്പിള്ളിൽ. ക്ഷീരവാണി ക്ഷീരകർഷകർക്കായി റേഡിയോ മാറ്റുലി ഒരുക്കുന്ന പ്രത്യേക പരിപാടി. ക്ഷീരവാണി. വയനാടിൻ ഈണമായി, വയനാടിൻ താളമായി, വയനാടിൻ മനസ്സിനൊപ്പം റേഡിയോ മാറ്റുലി.